Hello guys, it's me Homosapien. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈക്ക് പോളിഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കാർ വാഷ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡാഷ്ബോർഡ് ക്ലീനറും കാർ പോളിഷും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാർ പോളിഷ് വെച്ച് നമ്മൾ കാറിൻ്റെ ഡാഷ്ബോർഡ് ക്ലീൻ ചെയ്തിട്ട് അത്രത്തോളം ക്ലീൻ ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ നമ്മൾ വണ്ടിയുടെ മാറ്റ് ഭാഗമെല്ലാം നല്ല രീതിയിൽ വൃത്തിയാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പോളിഷ് ചെയ്യാം, അതായത് ഗ്ലോസി. അതായത് നമ്മൾ ഈ പോളിഷ് 3mm രണ്ടും. അതിൽ പോളിഷ് വാക്സ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ ഈ ഗ്ലോസി പാർട്ടിലാണ്. ഒരു കാരണവശാലും നമ്മൾ മാറ്റ് സർഫസിൽ യൂസ് ചെയ്യരുത്. സെക്കൻഡ് തിങ് ഡാഷ്ബോർഡ് ക്ലീനർ മെയിനായിട്ട് നമ്മൾ ഈ മാറ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. മാറിയാൽ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി മൊത്തത്തിൽ പോവും. അത് പറയാൻ കാരണം തന്നെ ഇതിനു മുമ്പ് എൻ്റെ R15 ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഇതേപോലെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം പോളിഷാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഫുള്ള് ക്ലീൻ ആക്കണം. കാരണം ഡേർട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വണ്ടി എങ്ങനെ കുട്ടപ്പനാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ വണ്ടി എങ്ങനെ നല്ല രീതിയിൽ വാഷ് ചെയ്യാം, കാറിൻ്റെതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ബൈക്ക് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോളിഷ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് പോളിഷ് ഇടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു സ്മൂത്തായിട്ടുള്ള ഒരു ക്ലോത്ത് എടുക്കുക. ഒരു സ്പോഞ്ച് ആണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ ഇതിൽ എനിക്ക് സ്പോഞ്ചൊന്നും കിട്ടാത്തതുകൊണ്ട്, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പം നമ്മൾ കാറെല്ലാം വാഷ് ചെയ്യണ ഒരു നോർമൽ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് 100 ml ആണ്, 3mm. അത് റേറ്റ് വന്നിട്ട് നമ്മൾ 179 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഗ്ലോസി സർഫേസിൽ നമ്മൾ ഈ ക്ലോത്ത് യൂസ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്യുക, അതാണ് നല്ലത്. അതായത് ഫസ്റ്റ് ടാങ്ക്, പിന്നെ കിറ്റ്, പിന്നെ വൈസർ, അങ്ങനെ ഓരോ പാർട്ട് ബൈ പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ടാങ്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ കളർ നല്ല രീതിയിൽ ഫെയ്ഡ് ആയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഒരു ഫൈബർ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു സോഫ്റ്റനായിട്ടുള്ളൊരു ക്ലോത്താണ്. അതുകൊണ്ട് വൈപ്പ് ചെയ്ത് എടുത്താൽ മതി, നല്ല നീറ്റാവും. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് 2 വട്ടം ചെയ്യാം. ഒരു വട്ടം ചെയ്താലും മതി. ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇത്ര നാൾ ഞാൻ വെയിറ്റ് ചെയ്തത്. പക്ഷേ ഇത്രയും ചെയ്താൽ മതി. നമുക്ക് ആ തുടച്ച ക്ലോത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നല്ല രീതിയിൽ അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ഇത് ചെയ്തുകൊണ്ട് വലിയ സ്ക്രാച്ചൊന്നും പോകത്തില്ല. ഒരു ചെറിയ അത്യാവശ്യം സ്ക്രാച്ചും പോകും, വണ്ടി ഒന്ന് ഷൈനിങ് ആവും. അപ്പോൾ അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് അറൗണ്ട് പിടിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡും കൂടെ ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നിലവിലൊരു അറൗണ്ട് ഒരു 5 മിനിറ്റ് ആയി. ഇപ്പോൾ നിലവിൽ ഞാൻ ഒരു ടാങ്കും ചെയ്ത് ഒരു സൈഡിലെ കിറ്റും ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ടാങ്ക് ഒന്ന് വൈപ്പ് ചെയ്ത് നോക്കാം. നമ്മളിത് ചെയ്യുമ്പോൾ എത്രത്തോളം റബ്ബ് ചെയ്യുമോ അത്രയും നമുക്ക് ഷൈനിങ് ഇൻക്രീസ് ആയി വരുന്ന കാണാൻ പറ്റും. നമുക്ക് ഈ ക്ലോത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ വണ്ടിയിൽ ഇതുവരെയുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ പോയതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ഒരു സർഫേസിലെന്ന് പറയുമ്പം ചെറിയ നമ്മൾ ഈ വണ്ടി കൈ കൊണ്ടൊക്കെ പിടിച്ച് ഒരുപാട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ മൈന്യൂട്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് നീറ്റായിട്ടുണ്ട്, നല്ല കറക്റ്റ് കണ്ണാടി പോലെ ആയിട്ടുണ്ട്. സാധാരണ ഇത് നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ കൈ കൊണ്ട് ചെയ്യുന്നത് ഒരു മെഷീൻ ഇട്ട് ആണ് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടി പെർഫെക്ഷൻ വരും. എന്നാലും നമ്മൾ കൈ കൊണ്ട് ചെയ്താൽ അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടും. ഇതേപോലുള്ള മേജറായിട്ടുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊന്നും പോകത്തില്ല. അല്ലാണ്ട് മൈന്യൂട്ടായിട്ടുള്ള മിക്ക സ്ക്രാച്ചുകളും ഈ പൊടി ഇരുന്നിട്ടായ സ്ക്രാച്ച് അങ്ങനത്തെ സ്ക്രാച്ചുകളെല്ലാം പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പോളിഷിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 3mm ഈ ഒരു 100 ml വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അറൗണ്ട് ഒരു 10 വട്ടമെങ്കിലും നമുക്ക് ചെയ്യാം. ഒരു ലെയർ ചെയ്താൽ മതി. അതായത് നമ്മൾ ഒരു 3 വാഷിൽ ഒരിക്കൽ ഈ ഒരു സംഭവം ചെയ്ത് കൊടുത്താൽ നമുക്ക് ലോങ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ നിൽക്കും. നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറച്ചുകൂടി ഷൈനിങ് ആയിട്ടുണ്ട്. ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഡാഷ്ബോർഡ് ക്ലീനർ നേരത്തെ പറഞ്ഞ പോലെ മെയിനായിട്ട് മാറ്റ് സർഫേസിലാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ എടുത്ത പോലെ അതേപോലത്തെ തുണി എടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇത് സ്പ്രേ ആണ്. നമ്മൾ ഡയറക്റ്റ് സ്പ്രേ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് തുണിയിൽ സ്പ്രേ ചെയ്തിട്ട് അടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പോർഷൻ
അപ്പോൾ ഇന്നത്തെ പോളിഷ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 5 മണിയായി. ഇപ്പോൾ ലൈറ്റൊക്കെ നല്ല ഡിമ്മായി തുടങ്ങി. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും നാൾ മഴ ആയതുകൊണ്ടാണ് ഇത് ചെയ്യാതെ വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ മഴ അത്യാവശ്യം ശമിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 വാഷിൽ ഒരു വട്ടം ഇത് ചെയ്ത് കഴിഞ്ഞാൽ കളറും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നിലനിൽക്കും. ഇതിപ്പോൾ എൻ്റെ പെയിൻറ്റ് ചെയ്തിട്ടൊരു 2-2.5 വർഷമായി. ഇതുവരെയ്ക്ക് ഞാൻ പിന്നെ പോളിഷൊന്നും ചെയ്തില്ല. ഇതേപോലെ വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോളിഷ് ചെയ്യണതാണ് മെയിനായിട്ട്. അപ്പം കൂടാതെ തന്നെ വണ്ടി എങ്ങനെ അടിപൊളിയായിട്ട് വാഷ് ചെയ്യുക വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കയറി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സ്റ്റേ ട്യൂൺ. ബൈ. ഹോംസാപ്പിയൻ.